ചേട്ടാ 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 പ്ലീസ് ചേട്ടാ, എനിക്ക് പേട വാങ്ങിച്ചിട്ട് വരണേ. പേടയല്ല അത്, പേട്ടയാ. സ്വീറ്റിന്റെ പേര് പോലും അറിയില്ല, എന്നിട്ട് അത് വേണമല്ലേ? എല്ലാരും കൂടെ ചേർന്ന് എന്നെ ഫൂളാക്കാന്ന് കരുതിയോ? ശരിക്കും നിന്റെ പ്ലാൻ എന്താന്ന് പറ മോളെ. ചേട്ടാ, ഇത് ഒരു ഗർഭിണിയുടെ ആഗ്രഹമല്ല ചേട്ടാ. എനിക്ക് വേണ്ടിയല്ല, കുഞ്ഞിന് വേണ്ടിയല്ലേ. കമോൺ ചേട്ടാ. ആദ്യം നീ ആ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ഓവർ ആവുന്നുണ്ട് കേട്ടോ. അവൻ വയറ്റിൽ നിന്ന് പുറത്തിറങ്ങട്ടെ. ആദ്യം ഞാൻ അവനോട് പറയാ അവന്റെ അമ്മയുടെ മെലോ ഡ്രാമയെ പറ്റിയ. നിന്നെ ഞാൻ ശരിയാക്കി തരാം കേട്ടോ. എന്റെ കുഞ്ഞും ചേട്ടനെ പോലെ തന്നെ ആവണമെന്ന എന്റെ ആഗ്രഹം. അവനിങ്ങോട്ട് വന്നു കഴിഞ്ഞാ ചേട്ടൻ തന്നെ അവനെ വളർത്തിക്കും. പക്ഷെ ഇപ്പൊ എന്റെ വയറ്റിലല്ലേ ഉള്ളത്. അവനിപ്പൊ എന്താ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ആദ്യ, ആർ യു സീരിയസ്ലി ഓക്കെ? ഞാൻ പറഞ്ഞ സ്വീറ്റ് വാങ്ങിക്കൊണ്ട് വരികയാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇനി കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നടക്കുന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. ആദ്യ, ആദ്യ പ്ലീസ്, നീ ഒന്ന് കൺട്രോൾ ചെയ്യ്. നീ തന്നെയല്ലേ പറഞ്ഞത് വേദാന്തിന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മളെല്ലാം സഹിക്കേണ്ടിയും ക്ഷമിക്കേണ്ടിയും വരുമെന്ന്. അങ്ങനെ തന്നെ ചെയ്യേണ്ടത് സുധാർത്ത്. വേദാന്തേട്ടന്റെ മനസ്സ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്റെ ശബ്ദം കേൾക്കുമ്പോ തന്നെ ചേട്ടന് മനസ്സിലാവുന്നുണ്ട് എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ സംഭവിച്ചതൊന്നും കുറച്ചു നാളത്തേക്ക് അറിയാനേ പാടില്ല. അവര് സന്തോഷത്തോടെ തിരിച്ചു വന്നു കഴിഞ്ഞാ നടന്നതെല്ലാം ഞാൻ പറഞ്ഞു ചേട്ടന്റെ കാലിൽ വീണ് ഞാൻ കരഞ്ഞോളാം. അവന്റെ സ്പെഷ്യൽ ഗസ്റ്റ് ഓൾറെഡി നമ്മളെല്ലാം വിട്ടുപോയിന്ന് ഞാൻ തന്നെ ചേട്ടനോട് പറഞ്ഞോളാം. ആദ്യ പ്ലീസ്, നീ ഇങ്ങനെ കരയല്ലേ. ആദ്യ നീ ഒന്ന് സമാധാനിക്ക്. നിനക്കെന്താടാ, നീ എന്നെ കളിയാക്കുവോ അല്ലേ? നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നത് കണ്ടേ നല്ല സന്തോഷമുണ്ടല്ലേ? ബാഹുബലി അല്ല ബാഹുലയ, ഐ നോ. താൻ സൈഡിലേക്ക് ഒന്ന് കാറ് പാർക്ക് ചെയ്തേ. അപ്പൊ മീറ്റിംഗോ? അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് റൗഡി കൊച്ചേ. വെറുതെ ഫോൾസ് ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കണ്ടല്ലോ. അതെ ചേട്ടാ, ചേട്ടൻ നോർമൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എപ്പോഴും നോർമൽ ആയിട്ടുള്ളത്? ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ. എന്നെ പോലുള്ള ആൾക്കാരെ വെറുതെ ജഡ്ജ് ചെയ്യരുത് കേട്ടോ. ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യണേ സാർ. ബാഹുബലി സാർ, ബാഹുലൈ. ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു ഒരു ക്യാബ് കൂടി വേണം താജ്മഹലിലേക്ക് പോവാൻ. ഓക്കെ സാർ, ഒന്നല്ല 100 കാർ ഞാൻ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യും. ഈ ആഗ്രയില് ബാഹുലൻ അറിയാത്ത ഒരു സ്ഥലം പോലും ഇല്ല സാർ. അത് കേട്ടിട്ട് നീ എങ്ങോട്ട് പോകുന്നേ? അഹങ്കാരമാണോ നിനക്ക്? പോയി ആരാ വന്നേ നോക്കി. നീ പോയി നോക്കിയാലെന്താ, അവരെ കാണാൻ പറ്റില്ല. അതെ, ഞാനിവിടെ വെറുതെ നിൽക്കുമല്ല. ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യാനുള്ളതാ. മുതിർന്നവരെയൊക്കെ ഒന്ന് ബഹുമാനിക്കാൻ പഠിക്കും. ഏട്ടത്തിയോ കേറുവാ. എന്തൊക്കെയുണ്ട് കണ്ണൻ ചേട്ടാ, സുഖല്ലേ? സുഖം തന്നെയാ. ഏട്ടത്തിക്കോ? വാ അകത്തേക്കോ. ഏട്ടത്തി വരുമെന്ന് അമ്മ പറഞ്ഞിരുന്നു. നേരത്തെ വരണമെന്ന് വിചാരിച്ചതാ. പക്ഷെ വീട്ടില് അമ്മയും അച്ഛനൊന്നും ഇല്ലാത്തതല്ലേ കണ്ണൻ ചേട്ടാ. ഇത് ആദ്യമായിട്ടാ
അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ ഞാൻ വീട്ടിലേക്ക് വരുന്നത്. അതോർത്ത് ഫീൽ ആവണ്ട, അവര് സന്തോഷത്തില. പോയിട്ട് വരട്ടെ. എന്നെ വിളിച്ചായിരുന്നു. ചേച്ചി അങ്ങോട്ട് ആ മുതുക്കിയോട് ഇല്ലാത്ത സമയത്ത് നീ അവക്ക് പകരക്കാരി ആവണ്ട. നീ ഇവിടെ ഡ്രാമ കളിക്കുന്നത് എന്റെ ചേച്ചി ഞാൻ എന്ത് ചെയ്യും? അയ്യോ, രണ്ടുപേരും വെറുതെ ഇരിക്കോ? പോത്ത് പോലെ വളർന്നിട്ട് രണ്ടിനും ഒരു മാറ്റമില്ലല്ലോ. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് ഇവിടെ? നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇവിടെ അടിപൊളിയാ ചേച്ചി. ചേച്ചി വന്ന സ്ഥിതിക്ക് ഇനി എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ചേച്ചിയല്ല ഞങ്ങളുടെ സെക്കൻഡ് മമ്മി. നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ എനിക്ക് എങ്ങനെയാ സമാധാനം കിട്ടുക? എന്തായാലും ഏട്ടത്തി വന്നല്ലോ, ഇനി ഇപ്പൊ ഇവിടെ ഒന്നും പേടിക്കാനില്ല. ഈ അതിഥി ഒറ്റയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഇല്ലായിരുന്നു. എന്താ അതിഥി ഇത്? നീ വീണ്ടും കണ്ണൻ ചേട്ടനായിട്ട് വഴക്കാണോ? വീണ്ടും വഴക്കുണ്ടാക്കണമെങ്കിൽ ആദ്യത്തെ വഴക്ക് ആദ്യം തീർക്കണ്ടേ? എന്താ അതിഥി കേൾക്കുന്നേ? ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും നീ അനുസരിക്കില്ല അല്ലേ? ഹലോ, അവൻ വെറുതെ പറയുന്നതാ. ഇനി അതിന്റെ വാലെ പിടിച്ച് ചേച്ചി അങ്ങോട്ട് കേറണ്ട. ഞാനേ പ്രമിളയുടെ മോളാ. ഒരു പ്രശ്നമോ വിഷമോ ടെൻഷനോ ഉണ്ടായാ അത് പറഞ്ഞു തീർക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അത് വീട് കണ്ണൻ ചേട്ടാ, ഇപ്പൊ ഞാൻ വന്നില്ലേ, ഇനി ഞാൻ നോക്കിക്കോളാം. വേദാന്ത്, അച്ഛനും അമ്മ എത്തിയൊന്ന് ഞാനൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് വരാം. ചേട്ടാ, ചേട്ടൻ എന്താ അമ്മോനെ ഇതുവരെ താജ്മഹലിൽ കൊണ്ടുപോട്ടെ? വേഗം കൊണ്ടുപോ. Are you mad? ഇന്ന് എനിക്ക് മീറ്റിംഗ് ഉള്ളതല്ലേ മോളെ? എന്നിട്ട് ഇപ്പൊ സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞത് നീ തന്നെയല്ലേ? ഇനി അടുത്തത് താജ്മഹലിൽ പോണോ അല്ലേ? നിനക്ക് ഈയിടെയായിട്ട് കുട്ടികളി കൂടിയിട്ടുണ്ട്. ആദ്യം ഞാൻ വന്ന മീറ്റിംഗ് ഒന്ന് നടക്കട്ടെ, ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട്. ലൈഫ് ലോങ് കൂടെ ഉണ്ടാവേണ്ട പെണ്ണ. മീറ്റിങ്ങിന് പോണെങ്കിൽ വിക്കിച്ചേട്ടൻ കൂടെ ഉണ്ടല്ലോ, വിക്കിച്ചേട്ടൻ പോയിക്കോളൂ. പക്ഷെ ചേട്ടൻ ഇപ്പൊ ചെയ്യേണ്ടത് അമ്മൂനെ പ്രപ്പോസ് ചെയ്യാന്നുള്ളതാ. വിക്കിച്ചേട്ടൻ മീറ്റിങ്ങിന് പോയിക്കോളും. ചേട്ടൻ അമ്മൂനെയും കൊണ്ട് ആഗ്രയിലേക്ക് പോയി പ്രപ്പോസ് ചെയ്യാൻ നോക്ക്. മീറ്റിംഗ് സ്കിപ്പ് ചെയ്യേ. Shut up, Adya. ചേട്ടാ ഒരു മിനിറ്റ്, ഇപ്പൊ വരാവേ. വിക്കിച്ചേട്ടാ, എത്രയും പെട്ടെന്ന് പ്ലാൻ ബി ആക്ടിവേറ്റ് ചെയ്യേ. സിറ്റുവേഷൻ നമ്മുടെ കൺട്രോളിൽ അല്ലാത്തോണ്ട് പ്ലാൻ എ വർക്കൗട്ട് ആവില്ല. ചേട്ടനേക്കാൾ അൺറൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാള് ഈ ഭൂമിയിലേ ഇല്ല. അമ്മൂന്റെ ഫോൺ മാറ്റാൻ മറക്കണ്ട. അവളെ വേറെ ആരും കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. എന്നാലേ നമുക്ക് അമ്മൂനെ ലോക്ക് ചെയ്യാൻ പറ്റൂ. വേദാന്തേട്ടന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അച്ഛനും അമ്മയും ഓൺ ദ വേയാ. കുറച്ച് കഴിയുമ്പോ റീച്ച് ആവും. ഇങ്ങനൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരൊറ്റ പൈസ പോലും പോയില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വേഗം വേഗം സ്വീറ്റ് അവിടെയുണ്ട്, ഒന്ന് വേഗം വന്നേട്ടാ. വിക്രം, ചേട്ടാ ദേ ആദ്യം പറഞ്ഞില്ലേ, ഇതാണ് ആഗ്രയിലെ ഏറ്റവും ഫേമസ് സ്വീറ്റ്, പേട്ട.
ഒരു കാര്യം ചെയ്യ് വിക്രാന്ത്, എല്ലാം ഓരോ ബോക്സ് വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ എനിക്ക് സ്വൈര്യം തരില്ല. എത്ര വെറൈറ്റി ഉണ്ട് ചേട്ടാ. ദേ അത് വാങ്ങിക്കണോ, ഇത് വാങ്ങിക്കണോ, ദേ അത് അയ്യോ വാങ്ങിക്കണം. വിക്കി ചേട്ടാ, എല്ലാം ഓരോ ബോക്സ് വാങ്ങിക്കും. എല്ലാം ഓരോ ബോക്സ് വെച്ച് വാങ്ങിച്ചോണ്ട് പോയാലേ അവള് കുത്തിയിരുന്നെല്ലാം ഒറ്റയ്ക്ക് തന്നും. ഭായ് एक पीस ट्रायल. भाई साहब, एक पेटा टेस्ट करने के लिए दीजिए प्लीज. ഓ ചേട്ടാ, ഇപ്പഴാ മനസ്സിലായി ഇത് എങ്ങനെ ഫേമസ് ആയത്. ഒരു റൗഡി കുത്തി ടേസ്റ്റ് ചെയ്ത് നോക്കി. വിക്രാന്ത് ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെയാ. എന്റെ കണ്ണിൽ ഇവരാരും വളർന്നിട്ടേ ഇല്ല. അമൂല്യയുടെ കാര്യമാണെങ്കിൽ അതിലും കഷ്ടമാ. ഇവർക്കിടയിൽ ഏറ്റവും ചെറിയ കുട്ടി അവളാ. അതുകൊണ്ടാണ് എനിക്ക് അവളെ ഇത്ര ഇഷ്ടമായത്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കും, ഞാൻ പോയി ലസ്സി വാങ്ങിച്ചിട്ട് വേഗം വരാം. ചേച്ചിയുടെ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു? നമുക്ക് അതുപോലെ തന്നെ 2 ദിവസം നിൽക്കണം. അതെ അഞ്ജു, ഇനി കുറച്ച് നാൾ കൂടി കഴിഞ്ഞാ നിങ്ങൾ രണ്ടുപേരും മാത്രമാവും. പിന്നെ എപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്താ ചേച്ചി അങ്ങനൊക്കെ പറയുന്നേ? ഞങ്ങൾ 2 പേരും മാത്രോ? അപ്പൊ അമ്മു ചേച്ചി എവിടെ പോവും? എവിടെ പോകുന്നു ചോദിച്ചാ അവക്ക് എന്നും ഇങ്ങനെ നിങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുമോ? അവൾക്ക് കല്യാണം ഒന്നും നടക്കണ്ടേ? അയ്യോ, അത് ശരിയാണല്ലേ. പക്ഷെ അമ്മു ചേച്ചിയുടെ കല്യാണം കഴിയുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ചേച്ചി. അമ്മു ചേച്ചി ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടാവുള്ളൂ. എപ്പോഴും സന്തോഷായിരിക്കും. ഇപ്പൊ നോക്ക്, അമ്മു ചേച്ചി ഇല്ലാത്തോണ്ട് ഒരു മരണ വീട് പോലെയില്ലേ. അതിന്റെ പേരിലൊന്നും അമ്മൂന് ഇവിടെ തന്നെ നിർത്താൻ പറ്റുമോ? എനിക്ക് ഈ പെൺപിള്ളാരൊക്കെ കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിൽ പോകുന്ന കാര്യമേ ഇഷ്ടമല്ല. ഞാൻ ഈ കാര്യം അച്ഛനോടും അമ്മയോടും ആദ്യമേ തന്നെ പറയും. എനിക്ക് ഈ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു പയ്യനെ മതി ഭർത്താവായിട്ട്. അങ്ങനൊരു പയ്യനെ നിനക്ക് എവിടെ നിന്ന് കിട്ടാനാ ദിതി? നമുക്കൊരു കാര്യം ചെയ്യാം. സിനിമയിലൊക്കെ കാണുന്ന പോലെ അതിഥി ചേച്ചിക്ക് ഒരു വാഴ കെട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. നിർത്തടി അധിക പ്രസംഗി. ശ്രമിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ അനുഗ്രഹം മാത്രം മതി. ഏട്ടത്തി, ഞാനിന്ന് പുറത്തേക്ക് പോവാ, വൈകുന്നേരേ വരുള്ളൂ. നിന്റെ ആഗ്രഹം കേട്ടപ്പോ വീട്ടിൽ ആകെ കൂടി ഉണ്ടായിരുന്ന ചെക്കിന് നിനക്കുള്ള ഡോസ് കിട്ടിയിട്ട് കുറച്ച് അധികം ദിവസമായല്ലേ? നിനക്ക് ഇതിനുള്ള മറുപടി നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വഴക്ക് കൂടാതെ പിള്ളേരെ. ചേട്ടാ, കൊതിയൊരു ലസ്സി എത്തിയിട്ടുണ്ട്. പിടിക്ക് വേഗം പിടിക്ക്. നോർത്ത് ഇന്ത്യക്ക് വന്നിട്ട് ലസ്സി കുടിച്ചില്ലെങ്കിൽ അത് നോർത്ത് ഇന്ത്യക്ക് തന്നെ അപമാനമാണ്. Cheers. Cheers. വേഗം ഒന്ന് കുടിച്ചിട്ട് വാ.
ഇനി ഇവിടെ കിടന്ന് കറങ്ങി തിരിഞ്ഞാലേ മീറ്റിങ്ങിന് പോകാൻ പറ്റില്ല. എന്തോ ചേട്ടത്, മീറ്റിംഗ് ഒക്കെ എപ്പോഴാണെങ്കിലും നടക്കും, പതുക്കെ കുറിച്ചാൽ പ്ലാൻ ബി വർക്കൗട്ട് ആവേണ്ട സമയമായി. ആദ്യ ഇത് സക്സസ് ആവണമെങ്കിൽ നീ നന്നായി വിചാരിക്കണം. എന്റെ ഭാഗം ഞാൻ നന്നായി ഫലിപ്പിക്കും. ഞാനിപ്പോ റൗഡി കൊച്ചിന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാൻ പോവാ. ചേട്ടനെ ഇവിടെ വെച്ച് തന്നെ മർഡർ ചെയ്യുന്ന റേഞ്ചിലേക്ക് ഞാൻ കാര്യങ്ങൾ എത്തിക്കും. എത്രയും പെട്ടെന്ന് പ്ലാനൊക്കെ വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ, മറ്റു വഴിയൊന്നും ഇല്ലല്ലോ. This is so good, Vikrant. യെസ് ചേട്ടാ, ദിസ് ഈസ് സോ ഗുഡ്. Hey, ഞാനൊന്നുമല്ല വിക്രാന്ത. വിക്രാന്ത്, what the hell is this? അയ്യോ വെള്ളം, What the hell is this, man? വെള്ളം തന്നെ, വെള്ളം. ശരിയാക്കാം, ഒന്ന് നിക്ക്, സമാധാനം എനിക്ക് ക്ലീൻ ചെയ്യാം. വിക്രാന്ത്, നിന്റെ തലക്കിന്റെ വട്ടാണോടാ? സോറി ചേട്ടാ. അയ്യോ നിക്ക് ചേട്ടാ, റൗഡി കൊച്ചേ, റൗഡി കൊച്ചേ. അമൂല്യ, അമൂല്യ, ഇത് ഞാനല്ല ചെയ്തത്. വിക്രാന്ത് എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു അമൂല്യ? ഒന്നും മിണ്ടരുത്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. വേസ്റ്റ് ആയി പോലെ ചേട്ടാ. നീ എന്താടാ വിക്രാന്ത് കൊച്ചു പിള്ളേരെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നേ? നമ്മൾ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഫേമസ് ലസ്സി കുടിക്കായിരുന്നത് അത്രയും മോശമായി പോലെ ചേട്ടാ. Have you got crazy? ചേട്ടാ മീറ്റിംഗ് കൊണ്ടൊന്ന് വേഗം വാ പോവാം. എന്താ പറഞ്ഞേ? ഈ അവസ്ഥയിൽ മീറ്റിംഗോ? ഒരു ബോധവും ഇല്ലേ വേദാന്തിന്? എടി അമൂല്യ, ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തതല്ല വിക്രാന്ത്. രക്ഷപ്പെടാൻ നോക്കണ്ട, ചെയ്തത് നീ തന്നെ. വിക്രാന്ത് പറയടാ. അയ്യോ ആരെങ്കിലും ചെയ്തതാവട്ടെ, ഇപ്പൊ നമുക്ക് സമയമില്ല, വാ മീറ്റിംഗിന് പോവാ. നിന്റെ കണ്ണിൽ എന്താ കുരുവാണ്? ചേട്ടാ ഞാൻ പറയുന്നത് വായടച്ചു മിണ്ടാ നിൽക്കും. കാം ഡൗൺ അമൂല്യ, സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചേ. ഹോട്ടലിലേക്ക് പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് പിന്നെ മീറ്റിംഗിന് പോവാം, സിമ്പിൾ. വാ വിക്രാന്ത്, ലെറ്റ്സ് ഗോ. അയ്യോ അത് നടക്കില്ല ചേട്ടാ, നമ്മൾ ഹോട്ടലിലേക്ക് പോയി തിരിച്ചു വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. കം ഓൺ വിക്രാന്ത്, ഇത്രയ്ക്കും പങ്ക്ച്വാലിറ്റി ഉള്ള ക്ലയന്റ് ആരാടാ? ഇനി ആ ക്ലയന്റ് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇതെല്ലാം ഉണ്ടായത് നീ കാരണമല്ലേ? ഞാനൊരു ക്യാബ് പിടിച്ച് ഹോട്ടലിൽ പോയി ചേഞ്ച് ചെയ്തിട്ട് വരാം, നിങ്ങൾ പോയിക്കോ. എന്താ റൗഡി കൊച്ചു ഒറ്റയ്ക്ക് പോവാനോ? അച്ഛൻ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു പ്രശ്നമെന്ന് അറിയില്ലേ? അതൊന്നും സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. വേണ്ട, നീ ഒറ്റയ്ക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല, വേണ്ട. ഞാനെന്താ വലിയ കൊച്ചുകുട്ടിയാണെന്നാണ് നിങ്ങളുടെ വിചാരം? നീ എന്തിനാ ഇപ്പൊ ഒറ്റയ്ക്ക് പോകണമെന്ന് വാശി പിടിക്കുന്നേ? നിനക്ക് ഇതിനു മുൻപ് ഇവിടെ വന്ന പരിചയമുണ്ടോ? അതുകൊണ്ട് ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടാൻ പോകുന്നില്ല അമൂല്യ. സമയവും സന്ദർഭവും നോക്കാതെ കാര്യം എന്നാന്ന് പോലും അറിയാതെ ഇങ്ങനെ വഴക്കുണ്ടാക്കരുത്. ഒന്ന് സമാധാനിക്ക്. പ്രമീ, നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അത് പിന്നെ നമ്മള് വിമാനത്തിലല്ലേ ഇങ്ങോട്ട് വന്നേ. അത് കഴിഞ്ഞ് ദേ ഒരുങ്ങി നമ്മളീ കാറിലും പോകുന്നു. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇത്രയും ദൂരം ഇതുവരെ യാത്ര ചെയ്തിട്ടേയില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഓർക്കുമ്പോ എനിക്ക് അത്ഭുതം തോന്നുക. നിന്നെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതുവരെ ഇത്ര ദൂരം ഒരുമിച്ച് യാത്ര ചെയ്തിട്ടില്ല. ഇപ്പൊ എനിക്ക് സന്തോഷം തോന്നുന്നു. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കാര്യത്തിൽ എത്ര ശ്രദ്ധയുള്ളത്, അതോർത്ത് സന്തോഷം തോന്നുന്നു. അവരേക്കാൾ കൂടുതൽ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധയും സ്നേഹവും കാണിക്കുന്നുണ്ട്. എന്താ ശരിയല്ലേ? നമ്മൾ അവരെ നല്ല രീതിയിൽ തന്നെയാ വളർത്തിയത്. സ്നേഹവും ബഹുമാനവും ഒന്നും കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ലല്ലോ. നമ്മൾ നമ്മുടെ മക്കളെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താ വളർത്തിയത്. അവരോട് നമുക്ക് സ്നേഹം മാത്രമല്ല, വിശ്വാസമുണ്ട്. നമ്മുടെ മക്കൾ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയാറില്ലേ? അവര് നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വഴക്കിടാറുമുണ്ട്. ഏത് അപകടം പിടിച്ച അവസ്ഥയിലും നമ്മുടെ മക്കൾ എത്തിപ്പെട്ട് കഴിഞ്ഞാല് അവർക്കത് മനസ്സിലാക്കാനും ആ അവസ്ഥ മനസ്സിലാക്കി അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് പ്രവർത്തിക്കാനും ഒക്കെ അവർക്കറിയാം. അത് നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ മോഹൻലാലിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. എനിക്കെന്റെ കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും നല്ല അഭിമാനമാണ്. ഇതിന്റെ എല്ലാത്തിനും കാരണം നീയാടാ. നമ്മളിപ്പോ മാർക്കറ്റിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലായിരുന്നു. ആക്ച്വലി ഇതൊന്നും എന്റെ പ്ലാനിലേ ഇല്ലായിരുന്നു. ഒരു കാര്യം ചെയ്യും ചേട്ടാ, തൊട്ടപ്പുറത്തൊരു മാളുണ്ട്, അവിടുന്ന് ഒരു ഡ്രസ്സ് അമൂലിലേക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് മീറ്റിംഗിന് കൊണ്ടുപോവാം. ബാഹുബലിയോട് ബാഹുലേനോട് ഒരു ക്യാബ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ബട്ട് അത് അയ്യോ ഇനി വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല ചേട്ടാ.
ഇനി എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ്. ചേട്ടൻ പെട്ടെന്ന് അമൂല്യനെ കൊണ്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്ക്. മീറ്റിംഗ് നടക്കുന്നത് ഒരുപാട് ദൂരത്തൊന്നും അല്ല. വിക്രാന്ത് ഡിസ്കസ്റ്റിംഗ് വാട്ട്സ് റോങ് വിത്ത് യു? ഓ ടെൻഷൻ ആയിട്ടാ ചേട്ടാ. എടോ ബാഹുബലി ക്യാബ് തരും വന്നില്ലേ? എന്തെങ്കിലും നിൽക്കുന്ന ക്യാബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ മീറ്റിംഗ് നീ എന്താ മൂലേ ചേട്ടനെ കൂടെ സംസാരിക്കുന്നേ? മീറ്റിംഗിന്റെ കാര്യം ഞാൻ നോക്കാന്ന് പറഞ്ഞില്ല. ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് പിന്നെ ഞാനല്ലേ. അപ്പൊ ഇതും കൂടി ഞാൻ നോക്കിക്കോളാം. നീ മിണ്ടരുത്. ശരി പറയ്. ചേട്ടാ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഏയ് ഇനി ഓരോന്ന് പറഞ്ഞ് വലിയ പ്രശ്നമാക്കണ്ട, മിണ്ടായിരിക്കും. hoya,